ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ എൻട്രി വിസയെക്കുറിച്ചാണ്. അതായത് UAE ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു വിസയാണ് ഈ മൾട്ടിപ്പിൾ എൻട്രി വിസ എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ആയിട്ട് എൻട്രി ചെയ്യുക, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് എക്സിറ്റ് എന്നതാണ് ഇതിൻ്റെ മോട്ടീവ്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകുന്ന ആളുകൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ടും നാട്ടിലും ബിസിനസ് ഉണ്ട്, അതുപോലെ തന്നെ UAEയിലും ബിസിനസ് ഉണ്ട്. രണ്ട് സ്ഥലത്തും ഒരുപോലെ ബിസിനസ്സുകൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഈ മൾട്ടിപ്പിൾ എൻട്രി വിസ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വിസയുടെ വാലിഡിറ്റി എന്ന് പറയുന്നത് 5 വർഷമാണ്. അതായത് 5 വർഷത്തേക്കാണ് നമുക്ക് ഈ വിസ എടുക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു വർഷത്തിൽ ഈ വിസ ഉപയോഗിച്ച് നമുക്ക് UAEയിൽ 90 ദിവസം സ്റ്റേ ചെയ്യാനായിട്ട് പറ്റും. ഈ 90 ദിവസം എന്നുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 180 ദിവസത്തിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. പക്ഷേ 180 ദിവസത്തിലധികം ദിവസം നമുക്ക് UAEയിൽ ഈ വിസ ഉപയോഗിച്ച് നിൽക്കാനായിട്ട് പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്. അപ്പോൾ അതുപോലെ തന്നെ ഈ 180 ദിവസം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്താൽ ഈ 180 ദിവസത്തിനുള്ളിൽ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും UAEയിൽ എൻട്രി ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും നല്ലതായിട്ടുള്ളൊരു പോയിന്റ്. ഇനി ഈ വിസ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എന്നതിനെ കുറിച്ചാണ്. അതായത് UAEയിലോട്ട് ബാൻ ഇല്ലാത്ത, അതായത് UAEയിലോട്ട് പ്രവേശനം വിലക്കില്ലാത്ത ആർക്ക് വേണമെങ്കിലും ഈ മൾട്ടിപ്പിൾ എൻട്രി വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ അകത്ത് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല. എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് നമുക്ക് ഈ മൾട്ടിപ്പിൾ എൻട്രി വിസ അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തത് നമ്മുടെ പാസ്പോർട്ടിന് 6 മാസമെങ്കിലും വാലിഡിറ്റി ബാലൻസ് കാണണം. അതുപോലെ തന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ 6 മാസത്തെ നമ്മുടെ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ബാങ്കിൽ 3.5 ലക്ഷം രൂപ ബാങ്ക് ബാലൻസ് ഉണ്ടായിരിക്കണം. പിന്നെ UAEയിലോട്ട് വന്നു കഴിയുമ്പോൾ UAEയിൽ സ്റ്റേ ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഹോട്ടൽ ബുക്കിംഗ് ഡോക്യുമെൻറ്റ്, ഇതൊക്കെയാണ് ഏറ്റവും മെയിനായിട്ട് നമുക്ക് ഈ മൾട്ടിപ്പിൾ എൻട്രി വിസ അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ട ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഇനി ഈ മൾട്ടിപ്പിൾ എൻട്രി വിസ അപ്ലൈ ചെയ്യാനായിട്ട് എത്ര രൂപ എമൗണ്ട് ആവും എന്നതിനെക്കുറിച്ചാണ്. അതായത് നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട് ഇതിന് 100 ദിറംസ് ആവും, അതായത് 100 ദിറംസ് ആവും. അതുപോലെ തന്നെ ഇത് ഇഷ്യൂ ചെയ്യാനായിട്ട് 500 ദിറംസ് ആവും. അങ്ങനെ ടോട്ടൽ എമൗണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 600 ദിറംസ് ആണ് ഈ മൾട്ടിപ്പിൾ എൻട്രി വിസ അപ്ലൈ ചെയ്യാനായിട്ട് ആവുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഏകദേശം മൾട്ടിപ്പിൾ എൻട്രി വിസയെക്കുറിച്ചുള്ള ഏകദേശം എല്ലാ ഡീറ്റെയിലും തന്നെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. അത് എല്ലാം കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ഞാൻ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഗൈസ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഡൗട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.